ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എറണാകുളത്തേക്ക് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു പർച്ചേസ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചിയും കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇന്ന് എറണാകുളം ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ബീഡ്സ് സാധനങ്ങൾ, എൻ്റെ ടൈലറിങ് മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളം ബ്രോഡ്വേയിലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ബസ്സിലാണ് വന്നത് പറവൂരിന്ന്. അപ്പോൾ ഈ അക്കൂട്ടി ബസ്സിലിരുന്ന് ഉറങ്ങിയാകെ ടയേർഡായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം ഒരു 12:30 കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഈ വഴിയാണ് നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകുന്നത്. ഈ വഴി പോകുമ്പോൾ തന്നെ മേത്താർ ബസാറുണ്ട്. ആ വഴി കയറുമ്പോൾ നമുക്ക് കുറേ കുട്ടി കുട്ടി ഷോപ്പുകൾ കാണാൻ പറ്റും. അതായത് ബീഡ്സിൻ്റെ മാത്രമല്ല, നമുക്ക് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കടകളിലേക്കൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെയുള്ള കടകളിൽ ഉള്ള ആൾക്കാർ ഇവിടെ നിന്നാണ് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ മെയിനായിട്ട് പോകുന്ന ടൈലറിങ് ഐറ്റംസൊക്കെ നോക്കാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് രാധാകൃഷ്ണയിലാണ്. അപ്പോൾ ഈ ഇയറിങ്സിൻ്റെ സംഭവം എല്ലായിടത്തും ഉണ്ടാവും. നമ്മൾ പോണ ഗ്യാപ്പിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ സെയിൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ മിക്കവാറും വാങ്ങിക്കാറുണ്ട്, അത്യാവശ്യം നല്ല ഇതിൽ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈം ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് രാധാകൃഷ്ണയിലാണ്. ചേച്ചിക്ക് കുറച്ച് സാരീസ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഇത് പുതിയ ഷോപ്പാന്ന് തോന്നുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ സാരീസിനൊക്കെ ഈ എൻട്രൻസിൽ കൂടെ തന്നെ ബാക്ക് സൈഡിലേക്ക് പോകാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സാരീസ് എടുക്കാനായിട്ട് വന്നേക്കാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഇവിടുത്തെ സാരീസൊക്കെ കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം കുറച്ച് ഓൾഡ് സ്റ്റോക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളപ്പോൾ പയ്യെ കുറച്ചധികം നോക്കിയായിരുന്നു. പക്ഷെ എല്ലാം തന്നെ അത്യാവശ്യം പഴയതായ കാരണം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒരു നൈറ്റി ഫ്രോക്ക് മാത്രം വാങ്ങിച്ചിട്ട് ഇറങ്ങി. നമ്മൾ നെക്സ്റ്റ് പോയത് എൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ടൈലറിങ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്. ഞാൻ മെയിനായിട്ട് സാധനങ്ങൾ ആദ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ചെറിയ ഷോപ്പുകളിൽ നിന്നായിരുന്നു. പക്ഷേ അവിടത്തേക്കാളും കുറച്ചും കൂടി റീസണബിളായിട്ട് നമുക്ക് ഈ വലിയ ഷോപ്പുകളിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ലാന്ന് തോന്നുന്നു. മെയിനായിട്ട് കൃഷ്ണ ലേസ് സെൻറ്ററും പിന്നെ ഏഷ്യൻ ലേസ് എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കോർണറിലാണ് നമുക്ക് കൃഷ്ണ ലേസ് സെൻറ്റർ വരുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഏഷ്യൻ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു ഷോപ്പും കൂടി ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും നമുക്ക് ഏതൊക്കെ ഷോപ്പുകളാണെന്നുള്ളത്. ഒത്തിരി ഷോപ്പുകളുണ്ട് ഇതുപോലെ അടുത്തടുത്തായിട്ട്. പക്ഷേ ഞാൻ മെയിനായിട്ട് പോവാറ് ന്യൂ സൂര്യയിലാണ്. കാരണം എനിക്ക് അവിടെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കാറുള്ള കാരണം ഞാൻ അവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോവുക. പിന്നെ എനിക്ക് ചില വർക്കൊക്കെ വരുന്ന ടൈമിൽ ബീഡ്സ് കറക്റ്റ് നമുക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ കളർ കിട്ടാത്ത ടൈമിൽ ഞാൻ ഈ ഷോപ്പുകളിലൊക്കെ പോയി നോക്കാറുണ്ട്. അപ്പോൾ അതേ ന്യൂ സൂര്യയാണ് എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ സെയിം സാധനങ്ങൾ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പർച്ചേസ് ചെയ്യാം. നമുക്ക് നോക്കാം, റേറ്റ് കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് ന്യൂ സൂര്യ വന്നിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. കയറിക്കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. ഒരു ദിവസം തന്നെ നമുക്ക് ഇതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. എനിക്ക് അങ്ങനെയാണ് പറ്റാറില്ല. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കിതിനോട് ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് തന്നെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര പോസ്റ്റായിരിക്കും. മോളെയൊക്കെ കൊണ്ടുവന്ന ഒരു രക്ഷയില്ല. എന്താ പറയുക, ആരെങ്കിലും നോക്കാൻ വേണം. അപ്പോൾ ഇതൊക്കെ ബീഡ്സിൻ്റെ സെക്ഷനാണ്. നമുക്ക് ഷുഗർ ബീഡും കട്ട് ബീഡിൻ്റെ തന്നെ വലിയ സൈസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് കളർ വേണം നോക്കിയെടുക്കാം. പിന്നെ പല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ബീഡ്സ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ കുറേ മടത്തരം പറ്റിയിട്ടുണ്ട്. കാരണം കളർ പോകുന്ന ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ കുറേ എടുത്ത് വയ്ക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ റേറ്റ് കുറഞ്ഞിട്ടുള്ളത് 3-4 പാക്കറ്റൊക്കെ. ഈ 3-4 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് തന്നെ ½ kg അടുത്തുണ്ട്. 450 ഗ്രാമാണ് ഒരു പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ എനിക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെറിയ വർക്കൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അത് ഒറ്റ വാഷിൽ തന്നെ അതിൻ്റെ കളർ പോകും. പിന്നെ ചില ബീഡ്സൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കളർ പോകുന്ന ബീഡ്സും ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ചില ഡ്രസ്സിന് അനുസരിച്ചിട്ട് ആ ഒരു കട്ട് ബീഡൊക്കെ വാങ്ങിക്കുമ്പോൾ കളർ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി എടുക്കേണ്ടി വരും. അങ്ങനെയും പറ്റാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഡ്രസ്സൊന്നും വാഷ് ചെയ്യില്ല. അതുകൊണ്ട് ഒരു സമാധാനം. എന്നാലും കുറച്ച് നാൾ ഇരിക്കുമ്പോൾ ഇതെല്ലാം കളർ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രിസോ A-സ്റ്റാറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോവില്ല. ഇതൊക്കെ A-സ്റ്റാറാണ് വരുന്നത്. A-സ്റ്റാറിൻ്റെയാണ് ഞാൻ ഗോൾഡ് ഷുഗർ ബീഡ് വാങ്ങിക്കാറ്. പ്രിസോ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. A-സ്റ്റാറൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്നത് 180-190 റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ A-സ്റ്റാർ ബ്രാൻഡ് വരുന്ന ഗോൾഡൻ ഷുഗർ ബീഡ്. ഇതാണ് വാങ്ങിക്കാറ്. ഈ ഒരു സെക്ഷനൊക്കെ വരുമ്പോൾ ഷുഗർ ബീഡിൻ്റെ സെക്ഷനാണ്. പിന്നെ കട്ട് ബീഡ് അപ്പുറ സെക്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കിയെടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ളത്. പക്ഷേ കുറച്ച് റേറ്റിൻ്റെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. മെയിനായിട്ട് ഇതൊക്കെയാണ് ഗോൾഡൻ ബീഡ്സിൽ വരുന്നത്. പ്രിസോ ബ്രാൻഡിൻ്റെ A-സ്റ്റാറിൻ്റെയും പിന്നെ BBC അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. BBCയുടെ ഞാൻ ഷുഗർ ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് A-സ്റ്റാറിൻ്റെ വരുന്നത്. ഇത് 290-280 റേഞ്ച് എന്തോ ആയിരുന്നു ഞാൻ നോക്കിയപ്പോൾ. എനിക്ക് എടുക്കണം എന്നുണ്ട്. പക്ഷേ നിലവിൽ വർക്കില്ലാത്തതാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക അതിങ്ങനെ ഇരിക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പീക്കോക്ക് ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ വെച്ച് നോക്കി, പക്ഷേ എടുത്തില്ല. ഞാൻ മെയിനായിട്ട് ഈ ചെയിൻ സ്റ്റോൺ വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക് കയറിയത് തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിക്ക് കുറച്ച് സാരീസ് കാര്യങ്ങൾ എടുക്കാനാണ് നമ്മൾ എറണാകുളത്തേക്ക് വന്നത്. പിന്നെ കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ പോയി ഇരിക്കാമെന്നൊക്കെ ഉള്ള ഒരു ഉദ്ദേശമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റോൺസ് വരുന്നത്. പിന്നെ ഈ സർദോസി ഇതൊക്കെ അവർ ഗ്രാം ഒക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് സിംഗിളായിട്ട് കിട്ടുമോ എന്നുള്ള സംശയമാണ്. പിന്നെ ഈ ഹാങ്ങിങ്സ് നമ്മൾ ബ്ലൗസിൻ്റെ എൻഡിലും ഈ നമ്മുടെ വേസ്റ്റ് ഏരിയയിലൊക്കെ ഇപ്പോൾ ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ക്രോപ്പ് ടോപ്പിനും ഒക്കെ. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് 120 ഒക്കെയാണ് വരുന്നത്. പിന്നെ 85 ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ, പല കളേഴ്സ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് പോരാൻ തോന്നും. പക്ഷേ പിന്നെ നോക്കുമ്പോൾ എന്താ, ഞാനൊരു റെഡ് ഷെയ്ഡ് എടുത്തായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു ബ്ലൗസ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട്. ഇതൊക്കെ പാക്കറ്റ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്, നമ്മുടെ ബീഡ്സ്, സിൽവർ ബീഡ്സ്, പിന്നെ അതുപോലെ തന്നെ ലെയറിൻ്റെ, പിന്നെ ക്രിസ്റ്റൽസ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ക്രിസ്റ്റൽസ്, സീക്വൻസ്, ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം വാങ്ങിച്ചത്. ഈ സെക്ഷൻ ഫുള്ള് ലേസിൻ്റെ ആണ് കേട്ടോ. ഈ കാണുന്ന ആ ഒരു റാക്ക് ഫുള്ള് ലേസാണ് വരുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. ലേസ് ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സീക്വൻസിൻ്റെ സെക്ഷനാണ്. സീക്വൻസ് ആണെങ്കിലും നമുക്ക് ഗ്രാം വൈസാണ് വരുന്നത്. ക്രിസ്റ്റൽസ് അത്യാവശ്യം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ബ്ലാക്ക് ഒക്കെ വാങ്ങിച്ചായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസം, മക്കൾക്കൊക്കെ മാല ഉണ്ടാക്കാനും. പിന്നെ ബ്ലൗസിലൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, ക്രിസ്റ്റൽസ് വെച്ചിട്ടൊക്കെ ഹാങ്ങിങ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റൽസ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ വെച്ച് കൊടുത്ത് കണ്ടിട്ടുണ്ട് പലരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ അപ്പുറത്തെ സെക്ഷനിൽ ഫുള്ള് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡൊക്കെ നല്ല ലാഭമായിട്ട് കിട്ടും. 100 പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ 4 രൂപ 5 രൂപയ്ക്കല്ലേ വരുന്നത്, അത്രയൊന്നും വരില്ല. അപ്പോൾ ആ ടൈലറിങ് ചെയ്യുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നേരിട്ട് കാണാനാണ് ഇതിൻ്റെ രസം വരുന്നത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, ഓരോ ഷോപ്പുകാരും. അല്ലാണ്ട് നമ്മളെപ്പോലെ ചെറിയ രീതിക്ക് വർക്ക് ചെയ്യുന്നവർ, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കുന്നുണ്ടാവും. അത് കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചയാണ്. ഞാൻ മിക്ക ഷോപ്പുകളിലെ ആൾക്കാരെയൊക്കെ ഞാൻ കാണാറുണ്ട് ഇവിടെ. നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുമല്ലോ അവരെ. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന കാണുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കണം മിക്ക കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഏകദേശം കുറച്ചധികം നാളായിട്ട് ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. നോർമലി ലോക്കലായിട്ട് ചെറിയ വർക്കൊക്കെ വരുമ്പോൾ ലോക്കലായിട്ടാണ് വാങ്ങിക്കാറ്. കാരണം ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ പറഞ്ഞല്ലോ, ഒരു ദിവസം വേണം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് ഞാൻ വരാറ്. ഫ്രണ്ട്സും പിന്നെ ഇപ്പോൾ ചേച്ചി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയും വരാറുണ്ട്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വട്ടം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ടൈമിൽ വർക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 പേർക്ക് ബോറടിച്ചിട്ട് ഇതന്നെ പരിപാടി. രാധാകൃഷ്ണനെ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചേച്ചിയുടെ മോനാണ് ചന്തു. അപ്പോൾ അവളും കൂടി ഭയങ്കര കളിയായിരുന്നു ഷോപ്പിൽ കിടന്നിട്ട്. അവളും ഒരു രക്ഷയുണ്ടായില്ല, ഓരോ സാധനങ്ങൾ വലിച്ചിടൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ ഉള്ളതായിരുന്നു സമാധാനത്തിൽ എനിക്ക് സാധനങ്ങൾ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. സാധാരണ അതിനൊന്നും പറ്റാറില്ല, വേഗം പോയി പെട്ടെന്ന് ഓടി വരും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഞാൻ വാങ്ങിച്ച ചെയിൻ സ്റ്റോണൊക്കെ വരുന്നത് 20 മീറ്ററിൻ്റെ ലെയർ വരുന്നത്. എനിക്ക് അത്രേ ആവശ്യം വരുന്നുള്ളൂ. 20 മീറ്റർ, 100 മീറ്റർ, 50 മീറ്റർ അങ്ങനെയൊക്കെയാണ് ചെയിൻ സ്റ്റോണൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ മിക്ക സാധനങ്ങൾ സർദോസിയൊക്കെ ആണെങ്കിലും കിലോ വൈസാണ് അവർ കൊടുക്കുന്നത്. പിന്നെ മിററുകൾ, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ക്രിസ്റ്റൽസ്, പിന്നെ ഈ സ്റ്റോൺസ് എല്ലാം നമുക്ക് ഗ്രാം വൈസും കിലോ വൈസൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങാണ്. ഞാനെന്തോ നിസ്സാരം സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഭഗവതി സിൽക്സിലേക്കാണ്. മെയിനായിട്ട് ചേച്ചിക്ക് സാരി എടുക്കേണ്ട കാര്യം പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഭഗവതി സിൽക്സിൽ അത്യാവശ്യം നമുക്ക് വീട്ടിൽ വരുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതും വാങ്ങിച്ചിട്ട് നമ്മൾ പയ്യെ ഇറങ്ങുവാണ്. ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടായില്ല, ഒരു 3-4 സാരീസ് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചത്. ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ പോകും. അപ്പോൾ തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയിരുന്നു. പിന്നെ മറൈൻ ഡ്രൈവിൽ പോയിരിക്കാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് വന്നിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം പോകുന്നത് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നല്ല റീസണബിളായിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയിൻ സ്റ്റോണിൻ്റെ റേറ്റ് പറയാൻ വിട്ടുപോയി. ചെയിൻ സ്റ്റോൺ എന്തോ 20 മീറ്ററിന് നമുക്ക് വന്നത് 280 എന്തോ ആണ് കേട്ടോ. 300 താഴെയാണ് വന്നായിരുന്നത്. 280 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ 100 മീറ്ററിന് 750 അവർ പറഞ്ഞ റേറ്റ്. നോർമലി നമ്മൾ ചെയിൻ സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ ഷോപ്പുകളിൽ ഇപ്പോൾ 30-35 മീറ്ററിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 15 രൂപയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് വർക്കുള്ളവർക്ക് മാത്രമേ അങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലാണ് നമുക്ക് കുറച്ച് റീസണബിളായിട്ട് റേറ്റ് കുറച്ച് കിട്ടാന്നുള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.